ഞാൻ രാവിലെ വന്ന് നിന്നതാണ്. പക്ഷേ ഈ സാധനത്തിനുള്ള ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോകുമ്പോൾ അടുത്ത ആൾ എന്തായാലും ഇവിടെ ഉണ്ട് ക്യൂവിൽ. ഓക്കെ, 112 വരെ നമ്മളൊന്ന് പോയി നോക്കി. ഇത് കുറച്ചും കൂടി എനിക്കൊരു ഫീൽ ഗുഡ് വരുന്നൊരു വണ്ടിയാണ് കേട്ടോ. ഹേ ഗൈസ്, എഗെയിൻ കേൽ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ RT മോട്ടോഴ്സിലായിരുന്നു. നമ്മൾ മാവറിക്കിൻ്റെയും നമ്മുടെ കരീഷ്മയുടെയും കൂടെ ടെസ്റ്റ് ഡ്രൈവായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇത് 2 വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചതാണ്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർലി ഡേവിഡ്സൻ്റെ X440 ആണ്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ, അതിൻ്റെ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ കൂടെ തന്നെ കാണാം. നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കും. ಇನ್ ಕೇಸ್ ನಮಗೆ ಡಿಕ್ಲೈನ್ ಮಾಡೋದಿದ್ದು ಕಾಲ್ ಅಟೆಂಡ್ ಮಾಡ್ಬೋದು. ಸೊ ಇದು ಬಂದು ಲೈಕ್ ವಾಲ್ಯೂಮೋ ಇಲ್ಲ ಮ್ಯೂಸಿಕ್ ಕಂಟ್ರೋಲ್ ಮಾಡೋದು. ಬಟ್ ನಮಗೆ ಮ್ಯಾವ್ರಿಕಲ್ ಬರಲ್ಲ. ಮ್ಯಾವ್ರಿಕಲ್ ಯಾವುದು ಬರಲ್ಲ, ಜಸ್ಟ್ ನೋಟಿಫಿಕೇಶನ್ ಅದೊಂದು ಅಡ್ವಾಂಟೇಜ್. ഓക്കെ, നിങ്ങളിപ്പോൾ തന്നെ കണ്ടു കാണുമല്ലോ, ഒരു നീണ്ട ക്യൂ ഉണ്ട് ഈ സാധനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട്. മാവറിക്കിനെയും കരിഷ്മേനെ വെച്ച് നോക്കുമ്പം മീൻസ് നമ്മൾ നിന്ന ഷോറൂമിൽ അവർ പ്രീമിയം ബൈക്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഹീറോയുടെ. അപ്പം എക്സ്പൾസ്, കരിഷ്മ, പിന്നെ വന്നിട്ട് മാവറിക്ക്, പിന്നെ ഹാർലിയുടെ ഈ വണ്ടിയാണുള്ളത്. ഈ 4 വണ്ടികളിനകത്ത് ഞാൻ രാവിലെ വന്ന് നിന്നതാണ്. പക്ഷേ ഈ സാധനത്തിനുള്ള ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോകുമ്പോൾ അടുത്ത ആൾ എന്തായാലും ഇവിടെ ഉണ്ട് ക്യൂവിൽ. ആ രീതിയിൽ ആൾക്കാർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു വണ്ടിയാണ്. ഇത്ര ഡിമാൻഡ് ചെയ്യാൻ ഈ സാധനത്തിനുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. മീൻസ് ഹാർലിയുടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു മോഡലാണ്. അവരുടെ തന്നെ XR 1200 എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരിത്തിരി കൂടെ ആ ഒരു എന്താ പറയുക, ഡിസൈനൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് അവർ ഈ സാധനം ഡിസൈൻ ചെയ്തതെന്ന് അറിയാം. പക്ഷേ ഇതിന് ഇത്ര ഡിമാൻഡ് വരുമെന്ന് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഹീറോയോട് ചേർന്നിട്ട് ഹാർലി ഇറക്കിയ സാധനം എന്തായാലും അടിപൊളിയാണ്. നാട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം റോഡിൽ കുറേ കാണാനുണ്ട്. ഇവിടെ ബാംഗ്ലൂർ ഞാനിപ്പോൾ കുറേ കാണുന്നുണ്ട്. നമ്മുടെ ആ സ്ട്രീറ്റിൽ തന്നെ 2-3 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അതേസമയം നമ്മുടെ ഹിമാലയൻ 450 ഒന്നും അത്ര എണ്ണത്തിന് ഞാൻ അവിടെ കണ്ടതുമില്ല. അപ്പോൾ ഗുഡ് ജോബ് ഹീറോ ആൻഡ് ഹാർലി, അത്രേ പറയാൻ പറ്റൂ. ഓക്കെ, അപ്പം നമുക്ക് പയ്യെ ട്രാഫിക്കും കൂടിയല്ലോ. മാവറിക്കിനെ വെച്ച് നോക്കിയിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് റിഫൈൻഡ് ആയിട്ടുണ്ട് കേട്ടോ. എൻജിൻ സെയിം ആണെന്ന് തോന്നി കഴിഞ്ഞാലും പക്ഷേ ഒരു സ്മൂത്ത്നെസ് എനിക്ക് തോന്നുന്നു. അതാണ്ട് ഈ കുഴിയിൽ ഒന്ന് ഇറക്കി നോക്കാം. ഓക്കെ, അത്യാവശ്യം ഹാർഡറായിട്ടാണ് തോന്നുന്നു സെറ്റ് ചെയ്തേക്കുന്നത് സസ്പെൻഷൻ. എനിക്ക് മാവറിക്കിന് ഇതിനെയും കൂടെ വെച്ച് നോക്കിയിട്ട് എൻജിൻ സെയിം ആണെങ്കിലും ആ ഒരു സൈലൻസറിനകത്തൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തമ്പ് കുറച്ചും കൂടെ എനിക്ക് നല്ല രസമായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റിനകത്ത്. ഹാർലി അല്ലെങ്കിലും അവരുടെ സൗണ്ടിൻ്റെ കാര്യത്തിൽ ഇച്ചിരി കടിശക്കാരാണ്. സ്വിച്ചസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ കോൾ അറ്റൻഡ് ചെയ്യാനും കൺസോളിൽ മെനു സെലക്ട് ചെയ്യാനൊക്കെ ഉള്ള സ്വിച്ചുകളാണ്, ടോഗിൾ ബട്ടൺസാണ് വരുന്നത്. പക്ഷേ പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്. ഹോൺ വലിയ സുഖമൊന്നുമില്ല. ഹസാർഡ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഇഗ്നിഷൻ കില്ലൊക്കെ വരുന്നുണ്ട്. എനിക്ക് ബിറ്റ്വീൻ ഒരു മാവറിക്ക് ഇതും തമ്മിലുള്ള കൺസോൾ നോക്കുകയാണെങ്കിൽ കൺസോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ തന്നെയാണ്. കൊള്ളാം.
ഒരു രസമുണ്ട്. മറ്റേത് കാണാത്ത ഒരു പവർ ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഇതിനകത്ത്. എന്താണ് കാര്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നല്ലൊരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. മാവറിക്കിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് നല്ല ഫീഡ്ബാക്കാണ്. ഓക്കെ, സീറ്റിംഗ് പോസ്റ്റർ അത്യാവശ്യം നല്ല അപ്രൈറ്റ് ആയിട്ടാണ്, ഒരു ക്രൂസിങ്ങിന് പറ്റുന്ന രീതിയിൽ തന്നെ. പിന്നെ ഇവർ അത്യാവശ്യം ഇതിനകത്ത് കുറേ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്, ഈ വിൻവൈസർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ പിന്നെ ബാക്കിൽ സാഡിൽ സ്റ്റേ, പിന്നെ ഫോഗ് ലാമ്പ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. മോനെ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഹെൽമെറ്റും ഇല്ല. ആ സൗണ്ട് തന്നെ കേൾക്കാൻ നല്ലൊരു സുഖമുണ്ട്. അതാണ് അങ്ങനെ ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ചും കൂടെ സ്മൂത്തറാണ് മാവറിക്കിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം. ഓൺ റോഡ് പ്രൈസ് ഇതിന് വന്നിട്ട് 3,72,000 ആണെന്നാണ് ഞാൻ അറിഞ്ഞത് ബാംഗ്ലൂരിൽ. അപ്പം കേരളത്തിൽ കുറച്ചൊന്നും ഡിഫറൻസ് വരും, കുറച്ചും കൂടെ കുറവായിരിക്കും. ഓക്കെ, റേറ്റിലൊക്കെ ക്രൂസ് ചെയ്ത് പോകാൻ നല്ല അടിപൊളിയാണ്. പക്ഷേ ഇതിനകത്തൊരു ക്രൂയിസ് കൺട്രോളും കൂടെ കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തില്ലല്ലോ അല്ലേ? ഓക്കെ, 112 വരെ നമ്മളൊന്ന് പോയി നോക്കി. ഭയങ്കര വിൻ നോയ്സ്. ഓക്കെ, അത്യാവശ്യം നല്ല പവർ കയറുന്നുമുണ്ട്. ഐ ആം സാറ്റിസ്ഫൈഡ്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ എന്തായാലും മാവറിക്കിൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ ഹൈനസുമായിട്ട് കമ്പയർ ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യണം. സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം ഇത് ഹൈനസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാൻ ഏതെടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് നോക്കി എടുക്കാനേ ഞാൻ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഹൈനസ് കുറച്ച് സ്മൂത്തായിട്ടുള്ള ഒരു റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ തരുന്നുണ്ട്. ഇത് സെയിം ആ ഒരു 440 എഞ്ചിനാണ്. പക്ഷേ ഹാർലി ആയതുകൊണ്ട് സർവീസിൻ്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് മോശം കാണിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് കുറച്ചും കൂടി എനിക്കൊരു ഫീൽ ഗുഡ് വരുന്നൊരു വണ്ടിയാണ് കേട്ടോ. ഞാൻ ഹൈനസ് ഓടിക്കുന്ന ഒരാളാണ്. മീൻസ് ഇതിൻ്റെ ഹൈനസ് മിക്കവാറും നമ്മൾ ഓടിക്കാറുണ്ടല്ലോ. എൻ്റെ അടുത്ത് ഈ വണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇത് മാത്രമേ ചൂസ് ചെയ്തുള്ളൂ. അത് ആ ഒരു സ്മൂത്ത്നെസ്സിൻ്റെ കൊണ്ടല്ല, ആ ഒരു നല്ല ഫീഡ്ബാക്ക് വരുന്ന എഞ്ചിനായിട്ട് എനിക്ക് തോന്നുന്നത്. മാവറിക്കിനെ വെച്ച് നോക്കുമ്പോഴും ഇത് കുറച്ചും കൂടെ നല്ല ഫീഡ്ബാക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, എടുക്കാൻ താല്പര്യമുള്ളവർ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഓക്കെ, ഒരു ക്രൂസർ നോക്കി വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പാണ്, ഗ്യാരൻറ്റീഡാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം നോക്കണ്ട. അപ്പം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരൻറ്റി തരാം. ഓക്കെ, നമുക്ക് എന്തായാലും നിർത്തിയിട്ട് ഇതിൻ്റെ എക്സോസിനോട് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. ഓക്കെ, നമുക്കെന്നാലും ഇതിൻ്റെ എക്സോസിനോട്ട് കൊണ്ടൊന്ന് കേട്ട് നോക്കാം അല്ലേ?
ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇതിന് ഒരു നല്ലൊരു തമ്പ് ഡിഫറൻസ് ഉണ്ട് ആ ഒരു സൗണ്ടിൻ്റെ തമ്പിനകത്ത്. അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഇതാണ് കുറച്ചും കൂടെ. ഓക്കെ, ഞാൻ എന്താ പറയുക, മാവറിക്കിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ സൗണ്ട് ഇതിൻ്റെ സൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ആ ഒരു വൈസറെല്ലാം വരുമ്പോൾ കാണാൻ കുറച്ചും കൂടി രസമുണ്ടെന്ന് തോന്നുന്നു. ഫോഗ്രാമ്പ് എല്ലാം അഡീഷണൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈഡ് പ്രൊഫൈല്. ബാക്കിൽ നിന്നാണെങ്കിലും ആ വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ കാണുന്നുണ്ട് കംപ്ലീറ്റ്ലി. എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷനെ പറ്റി വെറുതെ വലിയ മോഡിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. എനിക്ക് ഹാർലിയുടെ എനിക്ക് തോന്നുന്നു വേറെ വേരിയൻ്റ് എന്താ കാണും, എംബ്ലം വരുന്നത് കറക്റ്റായിട്ടുള്ള ഫിസിക്കൽ എംബ്ലം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതുകൊണ്ട് ആ ഒരു കറുപ്പിനകത്ത് അങ്ങനെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് വേറെ സ്റ്റിക്കറിങ് ആയിപ്പോയി, അത് മോശമായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹാർലി ഡേവിഡ്സൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ. ഗായ്സ്, ഹാർലിയുടെ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു. വണ്ടി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ബിറ്റ്വീൻ മാവറിക് ആൻഡ് ഹാർലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹാർലിക്ക് തന്നെ പറയും. നമ്മൾ 1 lakh കൂടുതൽ കൊടുക്കുന്നു എന്നുള്ള ഒരു സത്യമാണ്. പക്ഷേ എന്തൊക്കെയോ ഒരു വ്യത്യാസമുണ്ട് രണ്ട് വണ്ടികളും തമ്മിൽ. നല്ല രീതിയിൽ ഡിഫറൻസ് കാണുന്നുണ്ട്. എനിക്ക് ആ തമ്പെല്ലാം കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഹാർലിയുടെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച കാണാം. പുതിയൊരു വണ്ടി, പുതിയൊരു സ്ഥലം, പുതിയ കുറേ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി കാണാം. ഓക്കെ, അപ്പം ദിസ് ഇസ് KL1 സൈനിങ് ഓഫ്. ബൈ.